ഇതാണ് വീട്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതിൻ്റെ അകത്തോടൊന്ന് കയറിയിട്ട് നോക്കാം. ഇത് ഒത്തിരി നാളായിട്ട് ഞാൻ കയറണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഒന്ന് കയറി നോക്കട്ടെ എങ്ങനെയാണെന്ന് കാണാമല്ലോ. ഇതാണ് ഓടൊക്കെ താഴെ, പൂക്കളൊക്കെ താഴെ വീഴാറായി നിൽക്കുന്നു. ജനലിൽ തലകുത്തി നിൽക്കുന്നു. ഇതവിടെ പഴയ ടിവിയുടെ ആന്റിന വരെ താഴെയാണ്. ഇതാണ് വീട്. ഒരു ഡു നോട്ട് ടച്ച് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ടേബിള് തലകുത്തിരിക്കുന്നു. ഒരു ചെറിയൊരു തലയിറ്റൽ പോലെ തോന്നും കേട്ടോ. ചെറുതായിട്ട് തോന്നും. ആ മുകളിൽ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ട് ഇത് ഒരു ചരിവുണ്ട്. ഇതിന് ചെറിയൊരു ചരിവുണ്ട്. നമ്മൾ താഴെ വീഴുന്നതായിട്ട് തോന്നുന്നു. സൂക്ഷിച്ചു വേണം. നീ അല്ലെങ്കിലും തലയിലാണല്ലോ. ഈ മാസ്ക് ഒക്കെ മാറ്റി എന്താ വികാരം എന്ന് കാണാമായിരുന്നു. ടേബിള് മുകളില് കോൺഫ്ലേക്സും കോഴികളും. തല ഇറങ്ങുന്നു. അയ്യോ ടി വി വരെ തലകുത്തിയിരിക്കുന്നു. സോഫ, ടീഷർട്ട്, സോഫ, കുശരി എടുക്കാം. അതും വീട്ടിൽ നിൽക്കുമ്പോ സാധാരണ നിൽക്കുമ്പോ എടുക്കാമല്ലോ. വീട്ടിൽ ചുമ്മാ നിൽക്കുമ്പോഴേ ഒരു ഫോട്ടോ എടുക്കും. കണ്ണാടിക്കാത്ത തോന്നുന്നു. ഞാൻ തലകുത്തിയാണോ? അല്ല, ഇതൊരു ബെഡ്. ചെരുപ്പ്, രണ്ട് ചെരുപ്പ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടി കിടന്ന കട്ടിലാണോ? അതൊരു പെണ്ണിന്റെ ചെരുപ്പ്. കിഡ്സ് ഇത് കിഡ്സ് റൂം. ടേബിൾ ഒരു വലിവുണ്ടല്ലേ? ചരിഞ്ഞാ കിടക്കുന്നത്. അതാണ് വാഷ് ബേസിൽ എന്താ ആദ്യത്തെ അക്ഷരം പറയുന്നല്ലോ. ഇത് കണ്ടോ, ഫ്ലോറിംഗ് വരെ ഇങ്ങനെ താഴെ സിമെന്റ്, മുകളില് ടൈല്. അതുവരെ കറക്റ്റ് പെർഫെക്റ്റ് ആക്കി. അതേ ലൈറ്റ് ഉണ്ടാവും. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അയ്യോ അയ്യോ, ഫോൺ അടിക്കുന്നു. ഇതിൽ ഇറങ്ങിപ്പോന്നു. താഴെ ഇറങ്ങി നോക്കാം. തരത്തിലുണ്ടോ? ഇത്രേ ഉള്ളോ സംഭവം? എന്നാ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീടാണ് ഇത്. ചെറിയൊരു വീടായിരുന്നു. കുറച്ചുകൂടെ കാശ് കൊടുത്ത് വലിയൊരു വീട് പണിയായിരുന്നു. വീണ്ടും ചളിയാണോ? ഒന്ന് ടച്ച് ചെയ്യാതെ മക്കളെ. ടച്ച് ചെയ്യരുത് കൊച്ചിനോട് പറഞ്ഞിട്ട് ചേട്ടൻ ടച്ച് ചെയ്യും. ഇത് ടച്ച് ചെയ്യാതെ ഇങ്ങനെ തുറന്നായിരുന്നു. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തുറന്നായിരുന്നു. ചെറിയൊരു വീടായി പോയി. മൊത്തം കൂടെ 5 പേർക്ക് $45 അല്ലേ? $45 ഇല്ല. ഞാൻ വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്.
ഗാർബേജ് ബിന്നൊക്കെ മുകളിൽ ഇവിടെ ഇരിപ്പുണ്ട് പുറകിൽ.